ഹലോ അസ്സലാമലൈക്കും. അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി അച്ചാറിന്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പൊ സീസൺ ആണല്ലോ മാങ്ങ, അതുകൊണ്ട് മാങ്ങ അച്ചാർ തന്നെയാണ്. അപ്പൊ ഞാൻ അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് 6 മാങ്ങയാണ് കേട്ടോ എടുത്തത്. അപ്പൊ നമ്മളെ മാങ്ങ നല്ല ചനച്ച മാങ്ങയാണ് കേട്ടോ. ചനച്ച മാങ്ങ കൊണ്ട് അച്ചാർ ഉണ്ടാക്കിയ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അല്ലെങ്കിൽ തന്നെ ഉപ്പ് തിരുമ്പി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മാങ്ങയൊന്നും വെള്ളം ഇറങ്ങൂട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് അച്ചാറിലേക്ക് അധികം സുർക്കൊന്നും ചേർക്കേണ്ടി വരില്ല. അത് അത്യാവശ്യം പാകത്തെ പുളിയുള്ള മാങ്ങയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അച്ചാർ ഉണ്ടാക്കി തുടങ്ങാം. പാൻ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 1/4 കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നല്ലെണ്ണയിൽ അച്ചാർ ഉണ്ടാക്കുകയാണ് കേട്ടോ നല്ലത്. നല്ലെണ്ണ ആകുമ്പോൾ അച്ചാർ കേടുവരില്ല. പിന്നെ അതാണ് ഒരു ടേസ്റ്റ്. ഇനി 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. 3 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തതാണ് ഇത് ഇട്ട് കൊടുക്കുക. ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി ഇതുപോലെ കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ മാങ്ങ അച്ചാറിലേക്ക് ഞാൻ വെളുത്തുള്ളി ചേർക്കലില്ല കേട്ടോ. വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അപ്പം ഇതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. പച്ചമുളകിൻ്റെ ഇഞ്ചിൻ്റെയൊക്കെ പച്ചച്ചുവ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ കരിഞ്ഞ് പിടിക്കും. ഞാനിവിടെ 1/4 കപ്പ് സാധാരണ മുളക് പൊടിയാണ് കേട്ടോ. നല്ല എരിവുള്ള പൊടിയാണ് ഇത് ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി. പിന്നെ ഇട്ട് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ കായപ്പൊടിയാണ് കേട്ടോ. സാമ്പാറിലൊക്കെ ചേർക്കുന്ന കായപ്പൊടി ഉണ്ടല്ലോ, അപ്പോൾ അത് ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണ്, അതും കൂടെ ഇട്ട് കൊടുക്കുക. നമ്മൾ ആൾറെഡി ഉലുവ ഇട്ടിട്ടുണ്ട് കേട്ടോ, എന്നാലും ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കണം. പൊടികളുടെ പച്ചച്ചുവ മാറുന്ന വരെ എണ്ണയിലിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. എണ്ണ നല്ല ചൂടുണ്ട്, ചട്ടിയും ചൂടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പ് ഉപ്പ് ഒഴിക്കുന്നുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളെ മാങ്ങ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. നമ്മൾ അച്ചാറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇനി വിനാഗിരി കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പൊ നമ്മളെ മാങ്ങയിൽ തീരെ വിനാഗിരി ഇല്ല. അപ്പൊ ഞാൻ ആദ്യം 1/4 കപ്പാണ് ഒഴിച്ചത്. ഇനി ഒരു 1/2 കപ്പും കൂടി ഒഴിക്കുകയാണ്. പിന്നെ നമ്മുടെ അച്ചാറിന്റെ ടേസ്റ്റ് വർദ്ധിക്കാനും പിന്നെ ടേസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി ചേർക്കുന്നുണ്ട്. ശർക്കരപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി കേട്ടോ. ശർക്കരപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റാണ്. ഇനി ഒന്ന് നന്നായിട്ട് തിളപ്പിക്കട്ടോ. നമ്മൾ ചേർത്ത വിനാഗിരി ഉണ്ടല്ലോ, അതൊന്ന് തിളച്ച് വരണം. മാങ്ങ ജസ്റ്റ് ഒന്ന് ചൂടായി വരണം. വേവിക്കണ്ട കേട്ടോ. മാങ്ങ വേവിച്ച് കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല. അപ്പോൾ ഈ വിനാഗിരി ഒന്ന് തിളപ്പിച്ചാൽ മതി. വിനാഗിരി തിളക്കണ വരെ നമുക്ക് ഈ മാങ്ങയൊന്ന് ചൂടാക്കി എടുക്കാം. അല്ലാതെ നല്ല പോലെ വേവിച്ചെടുക്കരുത്, അപ്പം നമ്മൾ അച്ചാറ് രസം ഉണ്ടാവില്ല. അപ്പം നമ്മളെ വിനാഗിരി തിളച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല പോലെ തിളച്ചിട്ടുണ്ട്. ഇത്ര മതി കേട്ടോ, ഓവറായിട്ട് തിളപ്പിക്കണ്ട. കണ്ടോ, ഈ ഗ്രേവി ഇങ്ങനെ തിളക്കുന്നുണ്ട്. അപ്പം ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ കിഡിലൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, അപ്പം നമുക്ക് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് എടുക്കാം നമ്മൾ അച്ചാർ. അപ്പം നമ്മൾ അച്ചാർ ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാം അല്ലേ. മാങ്ങച്ചാറല്ലേ എല്ലാവരും എന്താ പറയുക വീക്ക്നെസ് ആണല്ലേ. ചോറിൻ്റെ കൂടെ ഒരു സ്പൂൺ അച്ചാർ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല ടേസ്റ്റാണ് അല്ലേ. നല്ല രസം കിട്ടും. നല്ല എരിവുണ്ട്, പുളിയുണ്ട്, ഉപ്പൊക്കെ പാകത്തിനാണ്. നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. എന്നാൽ ഒരു മാങ്ങ ചനച്ച മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പെട്ടതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ്. നാളെയാണ് കേട്ടോ ബോട്ടിലാക്കി വെക്കുക. എന്നിട്ട് പിന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. അച്ചാർ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലുണ്ടോ വർഷങ്ങളോളം കേടുകൂടാതിരിക്കുക. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചീത്തയാവാനൊക്കെ സാധ്യത ഉണ്ട്. കാരണം കുട്ടികൾ സ്പൂണൊക്കെ ഇട്ട് തോണ്ടിയായ രീതിയിലൊക്കെ വെക്കുമല്ലോ. പിന്നെ നനഞ്ഞ സ്പൂൺ ഒരു കാരണവശാലും ബോട്ടിലിടരുത്. ബോട്ടിലും അതുപോലെ നല്ല പോലെ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് വേണം നമ്മളതിലേക്ക് അച്ചാറിട്ട് വെക്കാൻ. പിന്നെ നല്ലെണ്ണയൊക്കെ ചേർത്തോണ്ട് തന്നെ കേടുവരില്ല കേട്ടോ. പിന്നെ വിനാഗിരി. അപ്പോൾ നമ്മൾ സൂക്ഷിക്കണ പോലെയാണ് നമ്മൾ അച്ചാർ കേടുകൂടാതിരിക്കുക.
പിന്നെ ഇതിപ്പോ 1 വർഷം 2 വർഷം ഒന്നും ഇരിക്കൂല കേട്ടോ. അത് ഏറി വന്നാൽ 2 ആഴ്ച വരെ ഇരിക്കുള്ളൂ. കാരണം മാങ്ങാച്ചാർ പെട്ടെന്ന് എല്ലാ വീട്ടിലും തീർന്നു പോകുമല്ലോ അല്ലേ. നമ്മൾ ചോറ് എന്തെടുത്താലും ബിരിയാണി ആണെങ്കിലും മന്തി ആണെങ്കിലും അതിന്റെ കൂടെ കുറച്ച് മാങ്ങാച്ചാർ ഉണ്ടെങ്കിൽ നല്ല രസമല്ലേ. അപ്പൊ ഇതുപോലെ ഒന്ന് അച്ചാർ ഉണ്ടാക്കി നോക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോ കുറെ ആളുകളൊക്കെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കുക, ചിലർ ഇതുപോലെ ആവില്ല. പിന്നെ അച്ചാർ നമ്മൾ മാങ്ങ അരിഞ്ഞിട്ട് അതിലേക്ക് ഉപ്പിട്ടിട്ട് കുറെ സമയം വെക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് രാത്രി വെച്ചിട്ട് രാവിലെ നമ്മൾ അച്ചാർ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വെള്ളം ഇറങ്ങിയിട്ട് അച്ചാർ ഉണ്ടാക്കാൻ നമുക്കൊരു സുഖാട്ടോ. പിന്നെ അധിക സമയമൊന്നും അധിക വിനാഗിരി ഒന്നും ചേർക്കേണ്ടി വരില്ല. അപ്പൊ അങ്ങനെ ടൈമുള്ളവര് ആദ്യം തന്നെ മാങ്ങയിൽ ഉപ്പിട്ട് വെച്ചാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ അച്ചാർ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.